ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CK വ്ളോഗ്സ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ട്രാവലിംഗ് വ്ളോഗാണേ. എങ്ങോട്ടേക്കോ പോകുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? അപ്പോൾ നമ്മളിതാ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രെയിൻ 7:20 അങ്ങനെ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ പൂനെയിൽ നിന്നും മുംബൈയിലേക്കാണ് പോകുന്നത്. മുംബൈ മാത്രമല്ല, വേറൊരു സ്ഥലത്തും കൂടി പോകുന്നുണ്ട്, അത് പിന്നെ പറയാം. ഇപ്പം മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് 3 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡക്കാൻ ക്യൂവിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. അടിപൊളി ട്രെയിനാണ്. ആദ്യമായിട്ടാണ് കയറുന്നത്. ഫുൾ ഓപ്പൺ ആണ്, ഫുൾ ഗ്ലാസ് ആണ്. ബാക്കിലും നമുക്ക് നല്ല വ്യൂ ആണ്. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഫുൾ അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ട്രെയിനിനകത്ത് നമ്മൾ ചായയും ബ്രെഡ് ഓംപ്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വാവാച്ചിക്ക് ബോറടിക്കുന്നത് പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂടി സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസറൊക്കെ കളിച്ച് കുറച്ച് നേരം. അത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്നവർ എന്തൊക്കെയല്ലോ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്കും ഒരാഗ്രഹം ഡ്രോയിങ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവളും അവിടെ ഇരുന്ന് എന്നെയൊക്കെ നോക്കി വരച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം പോയി. പിന്നെ നമ്മൾ ബാക്കിൽ പോയിരുന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സമയം പോയി. അപ്പോഴേക്കും നമ്മൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ നേരെ ക്ലോക്ക് റൂമിലേക്ക് പോയി നമ്മളെ ലഗേജ് അവിടെ വെച്ച്. എന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പം കണ്ടത് ഇത് നല്ല സൂപ്പർ സംഭവം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉള്ളതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇത് കണ്ട് ഇവിടുന്നും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് സ്ഥിരം പരിപാടി തന്നെ വീഡിയോ ഹോട്ടലിലെടുത്ത് നമ്മൾ നേരെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ നമുക്കിത് അറിയില്ലല്ലോ, നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ നമ്മളവിടെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്നൊരു കണ്ടക്ടർ പറഞ്ഞ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് 116 ആണ് ബസ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി നിന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അവിടുന്ന് ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ലൈന് നിൽക്കണം. നമ്മളെ നാട്ടിൽ എങ്ങനെയാ വെച്ചാൽ ബസ് കയറിയതിന് ശേഷം ഉള്ളിൽ നിന്നല്ലേ ടിക്കറ്റ് എടുക്കുക. പക്ഷേ ഇതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ ലൈൻ നിൽക്കുക. എന്നിട്ട് നമുക്ക് കയറി പോവാം. 20 രൂപയുള്ളൂ ടിക്കറ്റിന്. AC ബസ്സിൽ നമുക്ക് പോവാം. ഇത് അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ബാഗ് മുന്നിലേക്ക് ഇടുന്നതെല്ലാം കാണിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ബസ് വന്ന് നേരെ ബസ്സിൽ ലൈനായിട്ട് തന്നെ എല്ലാവരും കയറി സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരെ പോകാനുണ്ടായിരുന്നുള്ളൂ. ബസ് സ്റ്റാൻഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കുറേ നല്ല നല്ല ബിൽഡിങ്ങുകളും പഴയ ബിൽഡിങ്സും അങ്ങനെ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ പ്രാവുകളുടെ ഇടയിലൂട്ട് നിന്നിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ പറ്റിയില്ല ഗൈസ്. പക്ഷേ പ്രാവ് എനിക്കിട്ടൊരു പണി തന്നിന്. ഒരു നൈസായിട്ട് അപ്പിയിട്ടിട്ട് അങ്ങ് പോയി. നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് പറന്ന്. അപ്പോൾ നൈസായിട്ടൊന്ന് അപ്പിയിട്ട് എന്നിട്ട് അതൊക്കെ ഞാൻ തുടച്ച് പിന്നെ ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മളെ താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് താജ് ഹോട്ടലിനെ അന്ന് ആസ്വദിച്ച്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആരും ഈ വക സാധനങ്ങളൊന്നും കഴിക്കരുത് കേട്ടാ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്കും മോൾക്കും ഇതിന് ശേഷം പിറ്റേത്തെ ദിവസം വയറിന് പ്രശ്നം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ പ്രശ്നമാണെന്ന്. പക്ഷേ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനും വാവാച്ചിയാണ് കൂടുതൽ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ ആയിരിക്കും പണി കിട്ടിയിട്ടുണ്ടാവുക, 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ അത്
ഭയങ്കര അൺഹൈജീനിക്കാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ വൻ പണി കിട്ടി. അപ്പോൾ ആരും ഇങ്ങനത്തെ ഒന്നും കഴിക്കണ്ട കേട്ടാ, പണി കിട്ടും. കഴിക്കാത്തവർ കഴിക്കുമ്പോൾ എന്തായാലും പണി കിട്ടും. പിന്നെ നമ്മളിതാ നേരെ നമ്മളെ എലിഫൻ്റ കേവിലേക്ക് പോവാണ്. അവിടെ പോകണമെങ്കിൽ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ ബോട്ടിൽ കയറി ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ബോട്ടിലിരിക്കണം. നല്ല വെയിലായിരുന്നു. അത് കുറച്ച് നല്ലോണം ടയേർഡായിന്. അത് കഴിഞ്ഞ് അവിടെ നിന്നും നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ആകെ ടയേർഡായി. പിന്നെ നമ്മളൊരു ടോയ് ട്രെയിനിൽ അവിടത്തേക്ക് പോയി. അവിടുന്ന് പിന്നെയും നടക്കണം. നടന്ന് നമ്മളൊരു വകയായിന്. കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെയും നമ്മൾ പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഇതാണ് എലിഫൻ്റ കേവ്. അവിടെ കയറി. അതിൻ്റെ ഉള്ളിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഇത്ര വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ നമ്മളെ കുരങ്ങന്മാർ, ഇവർ ഭയങ്കര സംഭവം കേട്ടോ. ആരെങ്കിലും കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ അപ്പാടെ തട്ടിപ്പറിച്ച് കഴിച്ച് കളി. ഈ പഴയെല്ലാം വേറെ ആൾക്കാരെ കയ്യിലുള്ളത് തട്ടിപ്പറിച്ച് കഴിക്കുന്നതാണ്. നമ്മളെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു. അയാളെ കയ്യിൽ എന്തായിരുന്നു, ജ്യൂസോ പഴം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് കുരങ്ങൻ വന്നൊരൊറ്റ തട്ടിപ്പറി. എന്നിട്ട് നൈസായിട്ട് ഇരുന്ന് കഴിക്കലാണ്. കുപ്പിയൊക്കെ നല്ല സൂപ്പറായിട്ട് ബോട്ടിലൊക്കെ തുറന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗി. പിന്നെ ഈ കാണുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കുള്ള കുറേ സാധനങ്ങളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പ്രത്യേകിച്ചൊന്നും നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടാ. ഫുള്ള് ഇങ്ങനെ കണ്ടുപോകാന്നല്ലാണ്ടൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ ഫുള്ള് നടന്ന് തിരിച്ച് നമ്മൾ ട്രെയിനിലൊന്നല്ല വന്നത്, നേരെ നടക്കുക തന്നെ ചെയ്തത്. വലിയ ദൂരമൊന്നുമില്ല നടക്കാനും. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് പോയിന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് നടന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു നടക്കുക. അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിന്, 4:30 അങ്ങോട്ടായിന്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമ്മൾ സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോയത്. അന്ന് റെസ്റ്റ് ചെയ്യുന്നത് അവിടെയായിരുന്നു. അവിടെ നമഹ സ്ലീപ്പിംഗ് ബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കൂറെല്ലാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ബെഡൊക്കെ ആയിട്ടുള്ളത്, ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും എങ്ങനെ വേണ്ടിക്കും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ, ജസ്റ്റ് കിടക്കാൻ മാത്രമുള്ളൊരു സെറ്റപ്പാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. കുളിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലെയാണ് നമ്മൾ ബസ്സിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.